നിന്നെ ഞാൻ കണ്ടപ്പോൾ നീ ആയിരത്തിൽ ഒരുത്തി. നീ വെള്ളം ഒഴിക്കോ പപ്പി? വല്ലപ്പോഴൊക്കെ. ഇപ്പൊ തോന്നില്ല, നീ കുടിക്ക്. ഓക്കെ. അല്ല, നിനക്ക് കള്ളുടിച്ചാൽ മാത്രമേ ധൈര്യം ഉണ്ടാവുള്ളൂ? അറിയില്ല, പക്ഷേ വെള്ളം അടിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോന്നൊരു തോന്നൽ. ഇല്ലെങ്കിലേ എന്റെ മനസ്സ് കിടന്ന് എന്തൊക്കെയാ ആലോചിക്കും. എന്താ ആലോചിക്കുന്നു? എന്റെ ഭാര്യ പറഞ്ഞതൊക്കെ. എന്താ തന്റെ ഭാര്യ പറഞ്ഞത്? ഞാനേ ഒരു വേസ്റ്റാത്രേ, ആകാശിന് കൊള്ളില്ലത്രേ. എന്തിന്? അതിനും തന്നെ. ഞാൻ എത്ര ചെയ്താലും അവസാനം അത്രേ ഉള്ളൂന്ന് ചോദിക്കും. അവളെ ഓർക്കുമ്പോഴേ ദേഷ്യം വരും എനിക്ക്. നിനക്കറിയോ, അവള് പറയുന്നതൊക്കെ ചെയ്യും ഞാൻ. എന്നിട്ട് അവസാനോ അത്രേ ഉള്ളോ? ഇങ്ങോട്ട് നോക്ക്, ഇതുപോലെ ചിരിക്കരുത്. വളരെ അപ്സെറ്റാണ് ഞാൻ. നീ തന്നെ പറ, ഞാൻ നിന്റെ അടുത്ത് എത്ര കൊല്ലങ്ങളായിട്ട് വന്നു പോകുന്നു. നീ പോലും എന്നെ ഇഷ്ടമാണെന്ന് പലവട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചതല്ലേ നീ? അതെ, ചോദിച്ചതാണ്. ഞാൻ പറയുന്നു, ദേഷ്യപ്പെടല്ലേ. നീ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നീ പോലും ഞാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്റെ ഭാര്യയോ അത്രയുള്ളോ എന്ന് ചോദിക്കും. നിന്റെ അടുത്ത് എന്താ പ്രശ്നമുണ്ട്? എന്റെ അടുത്ത് എന്ത് പ്രശ്നം? എന്റെ ഭാര്യയുടെ പ്രശ്നം നോക്കിയേ. നിന്നെ കാണുമ്പം എന്തൊക്കെയോ തോന്നുന്നില്ലേ? എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നുന്നില്ലല്ലോ. തന്റെ ഭാര്യനോട് തനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ? അതൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അത്രേ ഉള്ള മാത്രമാണ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നത്. പപ്പി, ഭാര്യയും ഭർത്താവും ഒക്കെ ചേരുമ്പോ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ? നീ എങ്ങനെയാ താല്പര്യം കൂടുമ്പോ മമ്മി മമ്മി എന്നല്ല വിളിക്കുന്നത്? അതുപോലെ ശബ്ദമൊക്കെ വരുമ്പോഴല്ലേ ആണുങ്ങൾക്കൊരു കിക്ക് ഉണ്ടാവുന്നത്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ കൂടുമ്പോഴേ നീ മമ്മീന്ന് കിടന്ന് നിലവിളിക്കൂലേ, ആ മുഖവാ ഞാൻ ഓർക്കാറ്. അപ്പോഴാണ് എനിക്ക് മൂഡ് വരിക. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താണ് കുഴപ്പമെന്ന്. ഡോ, ഞാൻ ഒച്ചയെടുക്കുന്നതൊക്കെ വെറുതെയാണ്. പെണ്ണുങ്ങൾക്ക് വേദന എടുത്താല് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് എന്തോ സാധിച്ചതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒച്ച വെക്കുന്നത്. ഇതൊക്കെ പോയി തന്റെ ഭാര്യയുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. തന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ താൻ എന്തിനാടോ എന്നെ കുറിച്ച് ആലോചിക്കുന്നത്? മിക്ക ആണുങ്ങൾ ഇങ്ങനെ തന്നെ. ഇവിടെ ഭാര്യയായിട്ട് ചെയ്യുമ്പോ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നേ? അവളോട് ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ അവൾക്കും ഫീലിംഗ് ഉണ്ടാവൂ. പിന്നല്ലാതെ തന്നെ പോലെ അവളും വേറെ വല്ലവനെ കുറിച്ച് ആലോചിച്ചാലോ? പിന്നെ അത്രയുള്ളൂ കാര്യങ്ങള്. എന്റെ ഭാര്യ അങ്ങനെ ആരെ കുറിച്ചൊന്നും ചിന്തിക്കൂല. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അറിയാലോ, പിന്നെ എന്തിനാ അവരുടെ കൂടെ കിടക്കുമ്പോ എന്നെ കുറിച്ച് ആലോചിക്കുന്നേ? ശീലിച്ചു പോയി പപ്പി, മാറാൻ ബുദ്ധിമുട്ടാ. മാറാൻ പറ്റും. താൻ ഒരു കാര്യം ചെയ്, ഇന്ന് എന്റെ ഒപ്പം കിടക്കുമ്പോ തന്റെ ഭാര്യയുടെ മുഖം ആലോചിക്ക്. കൊള്ളാം, ഞാൻ തരുന്ന കാശ് വെറുതെ പോവും. തന്നെ പോലെ സ്വപ്നം കണ്ട് കഴിയുന്നവന് ഇത് തന്നെയാണ് ശരി. തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാല് ശരിക്കും അത് തന്നെ സംഭവിക്കും. സെക്സ് എന്ന് പറഞ്ഞാല് രണ്ട് ശരീരങ്ങൾ ചേരുന്നതല്ല, രണ്ട് മനസ്സ് തമ്മിലുള്ളതാ. ഇത് എന്നാണ് ഈ ആണുങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരു കാര്യം ഓർത്താല് നിങ്ങളെ മനസ്സിലാക്കാതെ ഇരിക്കുന്നതാ നല്ലത്. പിന്നെ എന്റെ കസ്റ്റമേഴ്സ് കുറഞ്ഞാലോ?